കൂട്ടക്കൊലയുടെ കാരണം തേടി. വെഞ്ഞാറമൂട് കൂട്ടുകൊലപാതക അന്വേഷണത്തിൽ ഇന്ന് നിർണായകമായ ദിവസമാണ്. കൊല നടത്തിയ അഫാനെ ഇന്ന് പോലീസ് ചോദ്യം ചെയ്തേക്കും. കൊലയ്ക്ക് കാരണം കണ്ടെത്താനാണ് പോലീസിന്റെ ശ്രമം. മെഡിക്കൽ കോളേജിലെ പോലീസിന്റെ സെല്ലിൽ കഴിയുന്ന അഫാനെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. ഇതിനിടെ അഫാൻ ചികിത്സയോട് സഹകരിക്കുന്നില്ല എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. കൊലപാതകത്തിന് തൊട്ടു മുമ്പുള്ള ഫർസാനയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. കാൽനടയായിട്ട് പുത്തൂരിലെ വീട്ടിൽ നിന്ന് മൂക്കുന്നൂർ വരെ ഫർസാന പോയി എന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. കൊലപാതകത്തിന് അരമണിക്കൂർ മുമ്പ് ഫർസാന വെഞ്ഞാറമൂട് ദിശയിൽ നടന്നു നീങ്ങുന്നത് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ട്യൂഷൻ എന്ന് പറഞ്ഞാണ് ഫർസാന വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. പിന്നീട് വഴിയിൽ കാത്തുനിന്ന അഫാൻ ബൈക്കിൽ ഫർസാനയെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ന് പോലീസ് പറയുന്നു. കൊലപാതക ദിവസം അഫാൻ മദ്യം കഴിച്ചു എന്നതിന്റെ തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ ഫർസാന തന്റെ വീട്ടിൽ നിന്നിറങ്ങി അഫാന്റെ വീട്ടിലേക്ക് പോകുന്നതാണ്. പൂർണ്ണമായും കാൽനടയായിട്ടാണ്. ഏകദേശം ഈ കൊലപാതകത്തിന് മരണത്തിന് തൊട്ട് അരമണിക്കൂർ മുമ്പുള്ള ദൃശ്യങ്ങളാണ് പോലീസ് ശേഖരിച്ചത്. വിവിധ CCTV ദൃശ്യങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത് സംബന്ധിച്ച തെളിവുകൾ ശേഖരിക്കുന്നത്. ഇങ്ങനെ ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിച്ച് എന്താണ് പ്രതിയുടെ നീക്കങ്ങൾ എന്നടക്കമുള്ള കൃത്യമായ വിവരശേഖരണത്തിനാണ് പോലീസ് ശ്രമിക്കുന്നത്. അത് സംബന്ധിച്ച് വ്യക്തമായ ഒരു നീക്കത്തിനാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. ഒന്ന്, അഫാനെ പോലീസ് കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുന്നു. എന്ത് നീക്കം എങ്ങനെ എന്നതിൽ വ്യക്തതയുണ്ടാവും. അതിനുമപ്പുറം തെളിവ് ശേഖരണത്തിലുള്ള അന്വേഷണ സംഘത്തിന്റെ മറ്റു നീക്കങ്ങൾ കൂടി പ്രധാനപ്പെട്ടതാണ്. ഡാൻ കുര്യനും VV വിനോദും നമുക്കൊപ്പം ചേരുന്നുണ്ട്. ആദ്യം ഡാന്, അന്വേഷണ സംഘത്തിന്റെ നീക്കം ഇന്ന് പ്രധാനപ്പെട്ടതാണ്. അതിനു മുമ്പ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ ദൃശ്യത്തിൽ വ്യക്തമാവുന്നത് ഈ അഫാനയുടെ മൂവ്മെന്റ്സ് ആണ്. നേരത്തെ ഈ കൊലപാതകത്തിന് തൊട്ടു പിന്നാലെ നാട്ടുകാരൊക്കെ ഈ ട്യൂഷന് വേണ്ടി എന്ന വ്യാജാന ട്യൂഷൻ എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഈ ഫർസാന ഇറങ്ങി എന്നതാണ് പറഞ്ഞ കാര്യം. അത് വ്യക്തമാണ് ഈ ദൃശ്യങ്ങളിൽ, അങ്ങനെയല്ലേ? സജിത്ത്, അതായത് കഴിഞ്ഞ തിങ്കളാഴ്ച വൈകുന്നേരം 3:15 ഈ അഫാന്റെ ഫോൺ കോൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഫർസാന വേഗം തന്നെ ഒരുങ്ങി ട്യൂഷന് പോവുകയാണ് എന്ന് പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്നത്. അങ്ങനെ പുത്തൂരിലുള്ള വീട്ടിൽ നിന്ന് നടന്ന് മുക്കുന്നൂർ എന്ന സ്ഥലത്തേക്ക് നടന്നു വരികയാണ്. മുക്കുന്നൂരിലെ പ്രധാന ടൗൺ കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി നടന്നു തന്നെയാണ് ഫർസാന സഞ്ചരിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന് പ്രാഥമികമായി നടത്തിയ പരിശോധനകളിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അങ്ങനെ മുക്കുന്നൂർ എന്ന സ്ഥലത്തെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കഴിഞ്ഞതിന് ശേഷം എവിടെയോ വെച്ചാണ് അഫാൻ ഫർസാനയെ തന്റെ കാത്തുനിന്ന് അവിടെ നിന്ന് ഫർസാനയെ ബൈക്കിൽ കയറ്റി വീട്ടിലേക്ക് എത്തിച്ചിരിക്കുന്നത് എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതായത് 3:32 മുക്കുന്നൂർ ടൗണിലൂടെ ഫർസാന നടന്നു നീങ്ങുന്ന പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ CCTV ദൃശ്യങ്ങളാണ് ന്യൂസ് 18 ലഭിച്ചത്. അവിടെ നിന്ന് ഏതാണ്ട് 7 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അരും കൊല നടന്ന 3 പേരെ അതിക്രൂരമായി ആക്രമിച്ച പേരുമല എന്ന സ്ഥലം. പേരുമലയിലെ അഫാന്റെ വീട്ടിലേക്ക് ഫർസാനയുമായി ബൈക്കിലെത്തി അവിടേക്ക് കയറ്റി വിട്ടതിന് ശേഷമാണ് ഈ അഫാൻ അനിയൻ സ്കൂൾ വിട്ട് വരുന്നത് കാത്ത് പുറത്തു നിൽക്കുന്നു. അങ്ങനെ സ്കൂൾ വിട്ട് വന്ന് ഇറങ്ങിയ അനുജനെ ഉപായത്തിൽ ബാഗുകളൊക്കെ വെച്ചതിന് ശേഷം ഭക്ഷണം വാങ്ങാൻ എന്ന പേരിൽ കുഴിമന്തി വാങ്ങാനായി വെഞ്ഞാറമൂട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. അതിനിടയിലുള്ള അരമണിക്കൂറിനിടയിൽ, അതായത് ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ 3:32 അവിടെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഈ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരിക്കാം. ആ വീട്ടിൽ എത്തി ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ അതിക്രൂരമായി ഈ വീടിന്റെ പേരുമലയിലെ അഫാന്റെ വീടിന്റെ മുകൾ നിലയിലെ കസേരയിൽ ഇരുത്തി ഫർസാനയെ മുഖം വികൃതമാക്കി അതിദാരുണമായി കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ സാമ്പത്തിക കാരണങ്ങൾ എന്നതിനപ്പുറത്തേക്ക് ആത്മഹത്യക്ക് 2 ദിവസം മുമ്പ് അവർ തയ്യാറായിരുന്നു. പക്ഷേ ഈ അഫാന്റെ ഉമ്മ ഷെമി ഭയം മൂലം അതിൽ നിന്ന് പിൻവാങ്ങി. വിഷം കഴിക്കാനും അവർ തയ്യാറായില്ല. സാമ്പത്തിക ബാധ്യതയിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നൊരു മനോനിലയിലേക്ക് അവർ കുടുംബമായി എത്തിച്ചേർന്നിരുന്നു എന്ന തരത്തിലുള്ള മൊഴി അന്വേഷണ സംഘത്തിന് ഈ അഫാൻ നൽകിയിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അങ്ങനെയാണ് ഉമ്മയെ തന്നെ ആദ്യമായി
ഷാൾ കരുത്തിൽ കുരുക്കി തല ഭിത്തിയിലേക്ക് ഇടിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമമുണ്ടായത്. അതിനിടയിൽ രക്തം വാർന്ന് അബോധാവസ്ഥയിലായ ഷെവി നിലത്ത് വീഴുകയായിരുന്നു. പക്ഷേ ഫഹാൻ കരുതിയത് ഉമ്മ മരിച്ചെന്നാണ്. അങ്ങനെയാണ് ആ മുറിയിൽ പൂട്ടിയിട്ടതിന് ശേഷം അവർ പുറത്തേക്ക് പോകുന്നതും പിന്നീട് മറ്റ് കൊലപാതകങ്ങൾ നടത്തുന്നതിനു വേണ്ടി ചുറ്റിക വാങ്ങുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതെന്നുമാണ് പോലീസിന്റെ ഘട്ടത്തിൽ. യെസ്, അതാണ് സാഹചര്യം. ഡാൻ തുടരുക. വിനോദുണ്ട്. വിനോദ്, ഇന്ന് പോലീസിന്റെ നീക്കം, അന്വേഷണ സംഘത്തിന്റെ നീക്കം എന്താണ്? കാരണം ഈ കൊലപാതകത്തിന്റെ ദുരൂഹത നീക്കേണ്ടത് ചോദ്യം ചെയ്യലിൽ നിന്നാണ്. ഇതുവരെയും അതിന് കഴിഞ്ഞിട്ടില്ല എന്ന സാഹചര്യമുണ്ട്. എന്താണ് ഇന്ന് പോലീസിന്റെ നീക്കം? ചോദ്യം ചെയ്യൽ പ്രതീക്ഷിക്കാമോ? സൈത്ത്, ആകെ ഒരു 72 മണിക്കൂറിന്റെ നിരീക്ഷണമാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത ദിവസത്തോടു കൂടിയായിരിക്കും ആ സമയം പൂർത്തിയാകുക. പക്ഷേ ഇതിനിടയിൽ പ്രതിയെ ചോദ്യം ചെയ്യുന്നതിനോ കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയുന്നതിനോ പോലീസിന് തടസ്സമില്ല. പക്ഷേ ഈ മനോനില വൈദ്യസംഘത്തിന്റെ സഹായത്തോടെ മനസ്സിലാക്കേണ്ടതുണ്ട്. കൊലപാതകങ്ങൾ നടത്തിയ ദിവസം ഇയാൾ ബാറിൽ പോയി എന്ന വിവരം പോലും വരുന്നുണ്ട്. അതായത് 4 പേരെ തലയ്ക്കടിച്ച് വീഴ്ത്തിയ ശേഷം ഇതിൽ 3 പേരുടെ മരണം സംഭവിക്കുന്നു. അമ്മയും മരിച്ചുവെന്നാണ് പ്രതി കരുതിയത്. ഈ 4 പേരെ തലയ്ക്കടിച്ച് അതിക്രൂരമായി ആക്രമിച്ച ശേഷം ഇയാൾ വെഞ്ഞാറമൂട്ടിലെ ഒരു ബാറിലേക്ക് പോയി എന്ന വിവരമാണ് ലഭിക്കുന്നത്. അവിടെ മദ്യപിച്ച ശേഷം അവിടെ നിന്ന് മദ്യം വാങ്ങിക്കൊണ്ടുപോവുകയും വീട്ടിൽ കാമുകിയെയും അനുജനെയും വീണ്ടും കൊലപ്പെടുത്തിയ ശേഷം വീട്ടിൽ നിന്നും മദ്യപിച്ചു, അവിടെ പുകവലിച്ചു എന്ന വിവരങ്ങളാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കൊടും ക്രൂരകൃത്യം ചെയ്യുകയും അതിനിടയിൽ മറ്റ് കാര്യങ്ങൾ കൂടി ചെയ്യുക, അനുജനെ കൊണ്ട് കുഴിമന്തി വാങ്ങാൻ വിളിക്കുക, കാമുകിയെ വിളിക്കാൻ വരിക, ഈ കൊണ്ടുപോകുന്ന വസ്ത്രം രക്തമാകുമ്പോൾ അത് കഴുകി പുതിയ വസ്ത്രം ധരിക്കുക, ഇതിനിടകളിലെല്ലാം ഈ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് 3 സ്ഥലങ്ങളിലായാണ് യാത്ര ചെയ്യുന്നത്. ഏതാണ്ട് 30 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടത്തുന്നത്. ഈ ബൈക്കിൽ ചുറ്റിക്കറങ്ങി ഈ ചുറ്റിക ഉൾപ്പെടെ വാങ്ങി സ്വർണം പണയം വെച്ച സ്ഥാപനത്തിലേക്ക് പോകുന്നു. അങ്ങനെ പല ഇടങ്ങളിൽ ചുറ്റിക്കറങ്ങിയുള്ള ഈ കൊലപാതക പരമ്പര. അതുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ മാനസിക നില കൃത്യമായി പരിശോധിക്കേണ്ടതുണ്ട്. ഡോക്ടർമാരുടെ സംഘം നൽകുന്ന നിർദ്ദേശത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഈ കേസിൽ അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം അഫ്സാന്റെ മാതാവിന് ബോധം വന്നിരുന്നു. അവർ ചെറിയ തോതിൽ സംസാരിച്ചു. തലയോട്ടിയിലും താടിയെല്ലിനും പരിക്കുണ്ട്. എങ്കിൽ തന്നെയും കഴിഞ്ഞ ദിവസം മജിസ്ട്രേറ്റ് മൊഴി രേഖപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. ഈ കട്ടിലിൽ നിന്ന് താൻ താഴെ വീണതാണെന്ന ഒരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. പക്ഷേ ഈ കുടുംബത്തിലെ 5 പേർ മരിച്ച വിവരം, അതിദാരുണമായി കൊല്ലപ്പെട്ട വിവരം ഈ ഫർസാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അഫ്സാന്റെ അമ്മ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു മൊഴി പ്രാഥമികമായി നൽകിയതെന്ന് കരുതുന്നു. ആദ്യം തന്നെ ഇളയ മകനെ കുറിച്ചാണ് അവർ ബോധം വന്നപ്പോൾ ചോദിച്ചത്. പക്ഷേ ആ കുട്ടി കൊല്ലപ്പെട്ട കാര്യമൊന്നും തന്നെ അമ്മയെ അറിയിച്ചിട്ടില്ല. ഇനി അന്വേഷണ സംഘത്തിന് മുന്നിലുള്ളത് 5 ഡിവൈഎസ്പിമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. 2 ഡിവൈഎസ്പിമാരുടെ പരിധികളിലുള്ള കേന്ദ്രങ്ങളിലാണ് ഈ സംഭവം നടക്കുന്നത്. ആറ്റിങ്ങലും നെടുമങ്ങാട് ഡിവൈഎസ്പിമാരുടെ പരിധികളിൽ വരുന്ന പ്രദേശങ്ങളിലാണ് ഈ കുറ്റകൃത്യം നടന്നത്. അവിടങ്ങളിലെ തെളിവെടുപ്പ്, ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കുക, മൊഴികൾ ശേഖരിക്കുക, സാക്ഷിമൊഴികൾ ശേഖരിക്കുക. ഇതിൽ ഒരു കാര്യം വിലയിരുത്തപ്പെടുന്നത് സജിത്ത്, ഈ പ്രതി ഒരു ഭീരുവാണ് എന്ന നിലയ്ക്കുള്ള വിലയിരുത്തൽ. കാരണം തന്നെക്കാൾ കായിക ശേഷി കുറഞ്ഞ ആൾക്കാരെയാണ് ആക്രമിച്ചത്. മനോനില തകരാറുള്ള ഒരാളാണെങ്കിൽ ഏറ്റുമുട്ടലിന് പോകുമ്പോൾ എതിർവശത്ത് നിൽക്കുന്ന ആൾ കരുത്തനാണോ ആരോഗ്യമുള്ള ആളാണോ എന്നൊന്നും നോക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിക്ക് മാനസിക നിലയ്ക്ക് മറ്റ് തകരാറില്ല എന്ന കാര്യം വിലയിരുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ മദ്യത്തിന്റെ അടിമയായിരുന്നു, ലഹരി ഉപയോഗിച്ചുള്ള കൊലപാതകങ്ങൾ, അത് സാമ്പത്തിക ബാധ്യതയുടെ കാര്യം പറഞ്ഞെങ്കിൽ കൂടിയും ഇങ്ങനെ മദ്യം ഉപയോഗിച്ച് അവിടെയും ഒരു പ്രശ്നമുണ്ട്. മദ്യം ഉപയോഗിച്ചെങ്കിൽ കൂടി പൂർണ്ണമായും അങ്ങനെ ലഹരിക്ക് അടിപ്പെട്ടല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തതെന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. അതായത് പൂർണ്ണമായും ബോധം നഷ്ടപ്പെട്ട് നടത്തിയ ആക്രമണങ്ങളല്ല, ലഹരി ഉപയോഗിച്ചിട്ടുണ്ട്. ലഹരി 1 മാസമായി തുടർച്ചയായി മദ്യപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ ഈ ആക്രമിക്കപ്പെട്ട ആളുകളുടെ ഒരു ശാരീരിക ക്ഷമത നോക്കിയാൽ ഇതിൽ മുത്തശ്ശി പ്രായം ചെന്ന ആളാണ്, 80 വയസ്സിന് മുകളിലുള്ള ആളാണ്. അച്ഛന്റെ സഹോദരൻ, അദ്ദേഹം റിട്ടയർഡായ ആളാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രായം ചെന്ന ആളാണ്, സ്ത്രീയാണ്. അങ്ങനെ പ്രായമായ ആളുകൾ ഈ ഇപ്പുറത്തെ അയാളുടെ വീട്ടിൽ നടത്തിയ കൊലപാതകങ്ങൾ, ഇപ്പുറത്തെ ആ ഒരു വശം നോക്കിയാൽ അമ്മ സ്ത്രീയാണ്, അവർക്ക് ചെറുത്തു നിൽക്കാനുള്ള കായികമായ വലിയ ശേഷിയില്ല. കാമുകി ഒരു 22 വയസ്സുള്ള പെൺകുട്ടിയാണ്, ഇയാളെ ചെറുത്തു നിൽക്കാനുള്ള ശേഷിയില്ല. മറ്റൊന്ന് ഒരു കുഞ്ഞാണ്, 13 വയസ്സുള്ള ഒരു കുഞ്ഞിനെയാണ്, ഇളയ അനുജനെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അങ്ങനെ ഇയാളുമായി ചെറുത്തു നിൽക്കാൻ ശേഷിയില്ലാത്ത ആളുകളെയാണ് ഇയാൾ കൊലപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഒരു ഇരയെ വേട്ടയാടി കൊല്ലുന്ന
ഒരാളുടെ പ്രകൃതമാണ്, ഒരു മനോനില ഉണ്ടായിരുന്നു എന്നതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. അതല്ലാതെ മനോനില തെറ്റി ഏതെങ്കിലും ശക്തരായ ആൾക്കാരെടുത്ത് ഈ അച്ഛന്റെ അമ്മയ്ക്ക് തന്നെ 11 മക്കളുണ്ടാവും, വലിയ കുടുംബമാണ്. ആ കുടുംബത്തിലെ മറ്റാരെങ്കിലും ആക്രമിക്കാൻ ഇയാൾ തയ്യാറായിട്ടില്ല. അതായത് ഇയാൾ ഒരു സാഡിസ്റ്റാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഒരു ഭീരുവാണ്. തന്നെക്കാൾ ശേഷി കുറഞ്ഞ ആൾക്കാരെ കൊന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനൊടുവിൽ താൻ പിടിക്കപ്പെടുമെന്നോ അല്ലെങ്കിൽ ഈ നിയമത്തിന് മുന്നിൽ വരുമെന്നോ പേടിച്ച് ഇയാൾ എലിവിഷം കഴിക്കുന്ന അവസ്ഥയിലേക്കും പോകുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് ഇനിയുള്ള പ്രോസിക്യൂഷന്റെ നടപടി പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക എന്നത് തന്നെയാണ് ഈ സ്ത്രീകളെയും കുട്ടിയെയും ഒപ്പം ഒരു വയോധികനായ പുരുഷനെയും ഒക്കെയും ഇങ്ങനെ ഏറ്റവും നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയ ഒരു പ്രതി തന്നെയാണ് നിയമത്തിന് മുന്നിലേക്ക് വരുന്നത്. ഇയാളെ ചോദ്യം ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാമുകിയിൽ നിന്ന് പണം വാങ്ങിയിരുന്നു എന്ന് പറയുന്നു. പിതാവ് ഗൾഫിലാണുള്ളത്. ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവിടുത്തെ ചില സാമ്പത്തിക ബാധ്യതകൾ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ഏതായിരുന്നാലും ഒരു ജോലിയും ഇല്ലാതിരുന്ന ഒരു യുവാവ് എങ്ങനെയാണ് ഇത്രകാലം ജീവിച്ചത്? ആഡംബര ബൈക്ക് വാങ്ങുന്നു, ആ തരത്തിലുള്ള ജീവിതം നയിക്കുന്നു. ഇതിനുള്ള പണം, ആ പണത്തിന് വേണ്ടി തന്നെയാണ് അത് നൽകാത്ത ആളുകളെ തല്ലിക്കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഇയാൾ എത്തി. ഇയാൾ ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന കാര്യം പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സൈറ്റ് വിനോദ് സൂചിപ്പിച്ചതാണ് ആ തരത്തിലേക്ക് അന്വേഷണം പോകേണ്ട കാര്യം. ഡാൻ, ഈ വിനോദ് പറയുന്നത് പോലെ ഇപ്പോൾ ഈ അഫാനെ ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് ഇയാൾക്കൊരു സൈക്കോപാത്ത് സാധ്യതയുണ്ടോ എന്ന അന്വേഷണം തുടക്കത്തിൽ തന്നെ അതിൻ്റെ സൂചന പോലീസിന് മുന്നിലുണ്ട്. അത് ആ തരത്തിൽ നടക്കണം. പക്ഷേ അതിനു മുമ്പായി പോലീസിന് മുന്നിൽ ഇപ്പോഴുള്ള ഒരു സാധ്യത മറ്റ് വിവരശേഖരണം നടത്തുക, ശാസ്ത്രീയ തെളിവുകൾ, CCTV അടക്കം ഈ പ്രതിയുടെ ഓരോ മൂവ്മെന്റുകളും അടക്കം ശേഖരിക്കാം. അവിടെ ഈ മറ്റ് സാധ്യതകൾ ഉണ്ടായോ എന്ന കാര്യമുണ്ടാവാം. അങ്ങനെയുള്ള നീക്കങ്ങൾ ഉണ്ടാകുമോ? ഇത് സംബന്ധിച്ച് ബന്ധുക്കളുടെ മൊഴിയെടുപ്പോ അല്ലെങ്കിൽ അത്തരം തെളിവ് ശേഖരണമോ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കാൻ സാധ്യതയുണ്ടോ? ബന്ധുക്കളുടെ മൊഴിയെടുക്കുക എന്ന നടപടിക്ക് അപ്പുറത്തേക്ക് പോലീസ് കുറച്ചുകൂടി ഗൌരവമായിട്ട് ശാസ്ത്രീയമായ തെളിവുകൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആരംഭിച്ചിരിക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് ഫോർമാറ്റ് ചെയ്ത നിലയിലായിരുന്നു ഈ അഫാന്റെ ഫോൺ, സ്മാർട്ട് ഫോൺ പോലീസിന്റെ കൈകളിൽ ലഭിച്ചത്. ആ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് വേണ്ടി വിശദമായ പരിശോധനയ്ക്ക് അയക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇയാളുടെ ബ്രൌസിംഗ് ഹിസ്റ്ററി അടക്കം വിശദമായി പരിശോധിക്കാനാണ് പോലീസിന്റെ നീക്കം. ഒരുപാട് സാധ്യതകൾ, അഭ്യൂഹങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ലഹരി ഉപയോഗിച്ചാണ് ഈ കൊലപാതകം നടത്തിയത്, ലഹരി ഉപയോഗിച്ചതിനു ശേഷമാണ് ഈ കൂട്ടക്കൊല നടത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ ഒരു വശത്ത് നിൽക്കുന്നു. സാമ്പത്തിക ബാധ്യതയെ തുടർന്നുണ്ടായ പ്രകോപനമാണ് എന്ന് പറയുന്നു. മറുവശത്ത് ഒരു ഡിപ്രഷന് അടിമയായിരുന്നു. അങ്ങനെയാണ് ഇങ്ങനെയൊരു മാനസികാവസ്ഥയിലേക്ക് ഇയാൾ എത്തിയത് എന്ന തരത്തിലുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് വസ്തുതകൾ കൃത്യമായി കണ്ടെത്തുന്നതിന് വേണ്ടി ഈ അഫാൻ ഉപയോഗിച്ചിരുന്ന സ്മാർട്ട് ഫോൺ അടക്കം പോലീസ് വിശദമായ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഫോൺ പരിശോധിക്കുന്നതിലൂടെ ഏറെക്കുറെ ചില വിവരങ്ങൾ ലഭിച്ചേക്കുമെന്നൊരു പ്രതീക്ഷ പോലീസിനുണ്ട്. അതോടൊപ്പം പ്രതി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പോലീസ് പൂർണ്ണമായി തള്ളിക്കളയുന്നില്ല. കാരണം ഈ സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്ന കാര്യം ആദ്യം തന്നെ പോലീസ് സ്ഥിരീകരിച്ചതാണ്. പക്ഷേ അതിന്റെ ഉത്തരവാദിത്തം അഫാനിലേക്ക് എങ്ങനെ എത്തും എന്നതാണ് ഇപ്പോഴും അവരെ കുഴയ്ക്കുന്ന ഒരു ചോദ്യം. കാരണം ഈ ബാധ്യതകൾ ഉള്ളത് പിതാവിന്റെ പേരിലാണ്. അദ്ദേഹത്തിന്റെ ബിസിനസ് അവിടെ തകരുന്ന ഒരു സാഹചര്യമുണ്ടായി. അങ്ങനെ സാമ്പത്തികമായി വലിയൊരു ബാധ്യതയിലേക്കും കടക്കണിയിലേക്കും പോകുമെന്നും പിതാവ് തടവറയ്ക്കുള്ളിൽ അകപ്പെടും ഈ വിദേശത്ത് എന്ന തരത്തിലുള്ള ഒരു ആശങ്ക അവർക്ക് എല്ലാവർക്കും, കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നതായാണ് വിവരം. അങ്ങനെയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൂട്ട ആത്മഹത്യ എന്നൊരു ദാരുണമായ ചിന്താഗതിയിലേക്ക് ഈ കുടുംബം, അതായത് ഈ ഷെമിയും അതോടൊപ്പം തന്നെ ഈ അഫാനുമൊക്കെ എത്തിയത് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. പക്ഷേ ഷെമിക്ക് അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ ഭയമായിരുന്നു, വിഷം കഴിക്കാനും അവർക്ക് ഭയമായിരുന്നു. ഏറ്റവും ഒടുവിൽ പിന്നെയുള്ള ഒരേ ഒരു പോംവഴി സ്വന്തം കുടുംബാംഗങ്ങളെ മൃഗീയമായി കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അങ്ങനെയാണ് അരും കൊലയ്ക്ക് താൻ തയ്യാറെടുത്തതെന്ന തരത്തിലുള്ള സൂചനകൾ അഫാൻ നൽകിയിട്ടുണ്ട്. ഇതിലെ വസ്തുത എത്രത്തോളമാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകളാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റ് ബന്ധുക്കൾക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ ഉണ്ടായിരുന്നു എന്നതിനപ്പുറത്തേക്ക് അഫാന്റെ സ്വഭാവത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികമായ പെരുമാറ്റം കുടുംബാംഗങ്ങളുടെ നേരത്തെ ഉണ്ടായിരുന്നോ, ഈ കാര്യത്തിലൊന്നും വ്യക്തമായ ഒരു ഉത്തരമില്ല. അത് തരാൻ കഴിയുന്ന ഒരേ ഒരാൾ ഷെമിയാണ്, ഉമ്മ ഷെമിയാണ്. അവർ അപകടനില തരണം ചെയ്ത് വരുന്നതേയുള്ളൂ. ഇപ്പോഴും ഇങ്ങനെ ഒരു വലിയ ദുരന്തമുണ്ടായ വിവരമോ 5 പേർ ആക്രമിക്കപ്പെട്ട് ദാരുണമായി കൊല ചെയ്യപ്പെട്ട വിവരമോ ഒന്നും ഷെമിക്ക്
അറിയില്ല. ഈ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ടും അഫാനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള മൊഴിയാണ് അവർ പോലീസിന് നൽകിയതെന്ന് പറയുമ്പോൾ എത്രമാത്രം ആ ഉമ്മ ആ മകനെ സ്നേഹിച്ചിരുന്നു എന്നത് കൂടിയാണ് വെളിവാകുന്നത്. ഡാൻ തുടരുക. ഒരു കാര്യത്തിൽ കൂടി വ്യക്തത വേണ്ടതുണ്ട്. വിനോദ്, ഒരു കാര്യം, ഈ ഷമി ചികിത്സയിലുണ്ട്. നേരത്തെ നമുക്കറിയാം ഈ മൊഴി എടുക്കുന്നതിനിടയിലാണ് ഒരു തവണ ബോധം വന്നപ്പോഴാണ് വിനോദിലേക്ക് അറിയാം. ഡോക്ടർ സോണി തോമസ്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നമുക്കൊപ്പമുണ്ട്. ഡോക്ടർ, നമ്മൾ ഈ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം, ഈ കൂട്ടക്കുരുതിയുടെ കാരണം തേടിയുള്ള അന്വേഷണമാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അവിടെയാണ് ഈ അഫാൻ എന്ന പ്രതി അയാളുടെ മൊഴി നിർണായകമാവുന്നത്. പക്ഷേ ഇതുവരെയുള്ള കണക്കുകൾ നോക്കൂ, ഒരു കൊടും ക്രിമിനലിന് പോലും ചെയ്യാൻ പറ്റുന്നതല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കൂട്ടക്കൊലയാണ് അവിടെ നടന്നത്. ഡോക്ടർ സംശയിക്കുന്നുണ്ടോ ഇയാൾ നോർമൽ അല്ലായിരുന്നു എന്നത്? ഡെഫിനറ്റ്ലി ഇയാളുടെ മാനസിക നില നോർമൽ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരുപക്ഷെ ഇങ്ങനത്തെ ഒരു വാർത്ത കേൾക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ആ വാർത്ത തന്നെ ഒരുപാട് ഫാമിലിയിൽ ഒരുപാട് ആൾക്കാർക്ക് ട്രോമയായിട്ടുണ്ടെന്നുള്ളത് വളരെ ഉറപ്പാണ്. അപ്പൊ അങ്ങനെ നമ്മളൊരു നോർമൽ മൈൻഡ് സെറ്റ് ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത് തന്നെ നമ്മളെ ഞെടുക്കും, പൈശാചികം നമ്മൾ പറയും. അപ്പം അങ്ങനത്തെ കൃത്യം ചെയ്യാനായിട്ട് നമുക്കറിയാം, നമ്മുടെ ചുറ്റുപാടുള്ള ഒരു പ്രാണിയെ കൊല്ലാൻ വരെ നമുക്ക് മനസ്സ് നിറയ്ക്കും. അങ്ങനെയുള്ള അതാണ് ഒരു നോർമൽ മൈൻഡ് സെറ്റ്. അപ്പൊ ഈ കുട്ടി ഇത്രയും വലിയൊരു പാതകം, അതും പ്രായമായ ആളോടും സ്വന്തം ഇഷ്ടമുണ്ടെന്ന് പറയുന്ന അനുജനോടും അതേപോലെ സ്വന്തം കാമുകിയോടുമൊക്കെ ചെയ്യുക എന്ന് പറയുന്നത്, സ്വന്തം ഉമ്മയുടെ കഴുത്തില് ഷാർട്ട് മുറുക്കുകയും ഒരു അസുഖമുള്ള, അപ്പൊ എന്ന് വെച്ചാൽ അയാൾക്ക് യാതൊരു എമ്പതിയോ യാതൊരു റിമോഴ്സോ ഇല്ല എന്ന് അയാളുടെ കൃത്യത്തിനകത്തുനിന്ന് വളരെ വ്യക്തമാണ്. പിന്നെ അത് ഏതുതരം മാനസിക നിലയാണെന്ന് മാത്രമേ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ. ഒന്നെങ്കിൽ അത് അയാളുടെ പേഴ്സണാലിറ്റിക്കകത്തുള്ള ഒരു വൈകൃതമാവാം, ആന്റി സോഷ്യൽ ആയിട്ടുള്ള, അല്ലെങ്കിൽ എന്തെങ്കിലും ബോർഡർ ലൈൻ ടൈപ്പുള്ള എന്തെങ്കിലും ഒരു ഇമോഷണൽ ഡിസോർഡർ ആവാം. ഡോക്ടർ, അങ്ങനെയെങ്കിൽ അത് നേരത്തെ പ്രകടമാവേണ്ടതില്ലേ? അദ്ദേഹത്തോട് അടുപ്പമുള്ളവർ, ആ യുവാവിനെ അടുത്തറിയുന്ന നാട്ടുകാർ, ഇവർക്കൊക്കെ അങ്ങനെയെങ്കിൽ അതിന്റെ സൂചന കിട്ടേണ്ടതല്ലേ? പക്ഷെ അതിലൊരു ഒരു കാര്യം ഈ നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ ബോൺ നമ്മൾ പറയുന്ന ക്രിമിനൽ ടെൻഡൻസി തന്നെ പല തരമുണ്ട്. അതില് നമ്മൾ അറിയുന്ന ചെറുപ്പം മുതലേ തന്നെ പ്രാണികളെയും മൃഗങ്ങളോടൊക്കെ ക്രൂരത ചെയ്യുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ടൈപ്പ് ആന്റി സോഷ്യൽ അല്ലാതെ വളരെ റെസ്ട്രിക്റ്റഡ് ടു ഹോം എൻവയറമെന്റ് മാത്രം, അതായത് ഫാമിലിയിൽ മാത്രം അക്രമവാസന കാണിക്കുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് ഹബിച്വേറ്റഡ് ആയിട്ടുള്ള, അതായത് അതൊക്കെ കൃത്യമായിട്ടുള്ള പേരന്റിങ് എറേഴ്സ് ആണ് പലപ്പോഴും. ഞാനത് ഇന്നലത്തെ ഡിസ്കഷൻ അത് പറയാൻ കാരണം, ആ ഉമ്മ ആശുപത്രി കിടക്കുന്ന ഉമ്മ ബോധം തെളിഞ്ഞപ്പോഴാണെങ്കിലും ആ ഉമ്മ പറഞ്ഞത് ഞാൻ കട്ടിൽ നിന്ന് വീണെന്നാണ്. അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉമ്മ നടത്തിയതുപോലെ എനിക്ക് തോന്നി. അതേപോലെ അനിയൻ എന്തോ പറ്റിയോ എന്ന് ചോദിച്ചു എന്ന് കേട്ടു. അപ്പൊ തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു അക്രമം നടന്നത് ആ ഉമ്മയ്ക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്നിട്ടും പോലീസിന് മുൻപിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ അതിനെ മറയ്ക്കാൻ ശ്രമിക്കുന്നു. നമ്മുടെ പല കുടുംബങ്ങളിലും, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അടുത്തിരിക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം, പല കുടുംബങ്ങളിലും ഇതിലും വലിയ അക്രമങ്ങൾ പല കുടുംബത്തിലും നടക്കുന്നുണ്ട്. മക്കൾ ഇപ്പോഴത്തെ യൂട്യൂബിൽ പോലെയുള്ള മീഡിയക്കകത്തൂടെ എങ്ങനെയാണ് അവരുടെ കാര്യങ്ങൾ സാധിക്കേണ്ടെന്ന രീതിയിലുള്ള ഡയറക്ഷൻ വരെ അവർക്ക് യൂട്യൂബിനകത്തൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ട് പേരൻസിനെ ടെററാക്കുന്ന, അതായത് വീട്ടിൽ മാത്രം ഒച്ച വെക്കുന്ന, വീട്ടിൽ മാത്രം അക്രമം കാണിക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതും ഒരുതരം അവർ ഭയങ്കര മാനിപ്പുലേറ്റീവ് ആയിരിക്കും. മറ്റുള്ള ആൾക്കാരുടെ മുൻപിൽ വളരെ വളരെ നല്ല ബിഹേവിയർ കാണിക്കുകയും ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും. എന്നാൽ അതേസമയം വീട്ടിലത്തെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും അവരുടെ ആവശ്യങ്ങൾ നിരസിക്കപ്പെട്ടാൽ അക്രമവാസന. പക്ഷെ ഇത്രയും ക്രൂരമായിട്ട് അയാൾ ചെയ്യണമെങ്കിൽ അതിന് പിന്നിൽ ഏതൊരു ഡ്രഗിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലേ എന്ന് കൃത്യമായി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഡോക്ടർ, ഒരു കാര്യം കൂടി, ഇന്ന് ഞങ്ങൾക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ പ്രതി ഈ കൊലപാതകം നടന്ന ദിവസം ആ പകൽ സമയങ്ങളിൽ അദ്ദേഹം ബാറിൽ പോയിരുന്നു, അവിടെ മദ്യപിച്ചിട്ടുണ്ടാവാം എന്ന സംശയവും അത്തരം തെളിവ് ശേഖരണവും പോലീസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ വെറും ഒരു മദ്യപാനം എന്നതുകൊണ്ട് മദ്യപിച്ചു എന്ന ഒറ്റ കാരണത്താൽ ഇത്ര വലിയൊരു കൊലപാതകത്തിലേക്ക് നയിക്കാൻ ഒരു സാധാരണ വ്യക്തിക്ക് പോകാൻ സാധ്യതയുണ്ടോ? അതിനപ്പുറമുള്ള വലിയ ലഹരി സാധ്യതയില്ല. കാരണം ആൽക്കഹോൾ പോലെയുള്ള ഒരു ഡ്രഗാണ് ഉപയോഗിച്ചതെങ്കിൽ അയാൾ വണ്ടി ഓടിക്കുന്നുണ്ട്, വളരെ പ്ലാനിങ്ങോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വലിയ മദ്യലഹരിയിലാണെങ്കിൽ അയാൾക്ക് അത്രയും വലിയൊരു ക്രൈം ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ അതിനേക്കഴിഞ്ഞ് കൂടിയ എന്തെങ്കിലും സിന്തറ്റിക് ഡ്രഗ് ആവാനുള്ള സാധ്യതയാണ്. പക്ഷെ സിന്തറ്റിക് ഡ്രഗ് ഉപയോഗിക്കുമ്പോൾ അത് പുറമെ അയാളുടെ ബിഹേവിയറിനകത്ത് വലിയ വ്യത്യാസങ്ങൾ കാണൂല. ഇത്തരത്തിലുള്ള ഇമ്പൾസിനെ കൺട്രോൾ ചെയ്യാനായിരിക്കും അയാൾക്ക്
ബുദ്ധിമുട്ടുണ്ടാവുക. ഓക്കെ ഇനി ഇത് കൂടാതെ ഒരുപക്ഷെ ചില സൈക്കോട്ടിക് ഡിസോർഡർ കൊണ്ടും ഒരുപക്ഷെ ഇമ്പൾസീവായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാനും സാധ്യതയുണ്ട്. ഇതൊക്കെ ഇതിനോടകം ഒരു അനുമാനമായിട്ടുണ്ടാവണം. എനിക്ക് തോന്നുന്ന ഡോക്ടേഴ്സും ഇപ്പൊ ഡ്രഗ് സ്ക്രീനിങ് നടത്തേണ്ട സമയം കഴിഞ്ഞു. അതേപോലെ തന്നെ ഈ അയാളുടെ മാനസിക നിലയിൽ എന്തെങ്കിലും മാനസിക രോഗാവസ്ഥ ഉണ്ടെങ്കിൽ അതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. ഡോക്ടർ, ഒരു സംശയം, അവിടെ ഒരു കൂട്ട ആത്മഹത്യക്കുള്ള ശ്രമം നടന്നിരുന്നോ എന്ന ചില സംശയങ്ങളും സൂചനകളുമാണ്. നമ്മൾ ഇപ്പോൾ പോലീസിന്റെ ഔദ്യോഗിക ഭാഷ്യമല്ല, സാഹചര്യവും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങളും നമ്മൾ വിലയിരുത്തുന്നതാണ്. അങ്ങനെ ഒരു സംശയം നമുക്ക് മുന്നിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അമ്മ മകനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കൂട്ട ആത്മഹത്യക്ക് ശ്രമം നടന്നിരുന്നോ? കാരണം പിതാവിൻ്റെ കടക്കണി പോലെയുള്ള വലിയ കുരുക്കുകൾ അവർക്ക് മുന്നിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനമെടുക്കുന്നു. പക്ഷേ അതിന് മറ്റാരെങ്കിലും തയ്യാറാകാതെ വരുമ്പോൾ അങ്ങനെയെങ്കിൽ എല്ലാവരെയും കൊന്ന ശേഷം ഞാനും മരിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് ഈ പ്രതി പോയിരിക്കാം. അത്തരം അനുമാനത്തിനുള്ള സാധ്യത എത്രമാത്രം ഉണ്ടാവും? പക്ഷെ അതൊരു ഹോമിസൈഡൽ, ഒരു കൂട്ടായ ഒരു കുടുംബത്തിന്റെ ആത്മഹത്യാ ശ്രമമാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിഷ്ഠൂരമായ ആക്ടിവിറ്റിയിലേക്ക് പോകാതെ അത് ചെയ്യാനുള്ള സാധ്യതയാണല്ലോ കൂടുതൽ. അപ്പം അതിനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരുപക്ഷെ അത്തരത്തിലുള്ള അവസ്ഥകളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കാം. എന്നിരുന്നാലും അതിനുള്ള സാധ്യത വളരെ വിരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യെസ്, എന്തായാലും വളരെ നന്ദി ഡോക്ടർ പ്രതികരിച്ചതിന്. വിനോദ് തുടരുന്നുണ്ട്. വിനോദ്, ഒരു കാര്യം, നമ്മൾ ഈ കൂട്ട ആത്മഹത്യയുടെ സാധ്യത പറയുമ്പോൾ പോലീസ് അത്തരം സാധ്യതകളിലേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഉദാഹരണത്തിന് ഈ അപകടം നടന്നതിന് ശേഷമുള്ള തൊട്ട് പിറ്റേന്ന് പോലീസിൻ്റെ പല രീതിയിലുള്ള പ്രതികരണത്തിലും ഒരു വ്യക്തത അവർക്ക് വരുത്താൻ കഴിയുന്നില്ല. കാരണം അതേ വലിയ ദുരൂഹം നിൽക്കുകയാണ്. കാരണം അത് അങ്ങനെയാണ്, വ്യക്തത വരേണ്ടതുണ്ട്, നിരവധി കാര്യങ്ങളിൽ അന്വേഷണം നടക്കേണ്ടതാണ്. എന്നിരുന്നാൽ പോലും ഇത് സംബന്ധിച്ച് ഒരു ആത്മഹത്യാ സാധ്യത അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ട ആത്മഹത്യക്ക് ശ്രമം നടന്നിരുന്നു എന്ന സാധ്യതയിലേക്ക് എത്തുന്നുണ്ടോ? കാരണം ഈ അമ്മയുടെ അടക്കമുള്ള മൊഴി ഒരു വൈരുദ്ധ്യം നിറഞ്ഞതാവുന്നു എന്ന സാഹചര്യം കൊണ്ടാണ്. സൈത്ത്, ഇത് പരിപൂർണമായി നമുക്ക് കൂട്ടാത്മഹത്യ എന്ന് പറയാൻ കഴിയില്ല. കാരണം ഈ 3 ഇടങ്ങളിലായാണ് 5 കൊലപാതകങ്ങൾ നടക്കുന്നത്. ഒരു തരത്തിലും ഈ 3 പേർ, അതായത് അമ്മൂമ്മ, അച്ഛന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹത്തിന്റെ ഭാര്യ, ഈ 3 പേർ എന്തായിരുന്നാലും ഈ ആത്മഹത്യക്ക് തുനിയേണ്ട കാര്യമില്ല. കാരണം ഈ കുടുംബവുമായി അങ്ങനെ ഒരു അറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ അവർ കൂടി സ്വയം ജീവൻ എടുക്കേണ്ട കാര്യമില്ല. അവരെ കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ്. അവിടെ ഒരു കൂട്ടാത്മഹത്യയുടെ പ്രശ്നം വരുന്നില്ല. അതേസമയം ഈ വീട്ടിൽ, അതായത് ഈ പ്രതിയുടെ വീട്ടിൽ അമ്മ, സഹോദരൻ, കാമുകി, വേണമെങ്കിൽ അങ്ങനെ ഒരു സാധ്യത പറയാം. അവരെ കൊലപ്പെടുത്തി ഇവർ ആത്മഹത്യ ചെയ്യുന്നു എന്ന ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ അവിടെയും ചില സാഹചര്യ തെളിവുകൾ നോക്കുമ്പോൾ, ഈ പ്രതിയുടെ രീതി പരിശോധിക്കുമ്പോൾ അങ്ങനെ ഒരു ആത്മഹത്യ അല്ല ലക്ഷ്യം വെച്ചിരുന്നതെന്നാണ്. ആദ്യം അമ്മയെ തലക്കടിക്കുന്നു, ഏതാണ്ട് 20 തവണ തലക്കടിച്ച് അബോധാവസ്ഥയിലാക്കി മരിച്ചു എന്ന കാര്യം സ്വയം ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെയാണ് പോലീസ് സ്റ്റേഷനിൽ പോയി 6 പേരെ കൊന്നു എന്ന് പറയുന്നത്. അമ്മ മരിച്ചില്ല എന്ന വിവരം ഒരുപക്ഷെ ഇപ്പോഴും പ്രതി അറിഞ്ഞിട്ടുണ്ടാവില്ല. അതിനുശേഷം ഈ കാമുകിയെ തന്ത്രപരമായി അവിടേക്ക് വിളിച്ചു വരുത്തുന്നു. ആത്മഹത്യയാണെങ്കിൽ സ്വാഭാവികമായും ഇവരെല്ലാം ഒരുമിച്ച് ചേർന്നിരിക്കുകയും അങ്ങനെ ഒരു തീരുമാനമെടുക്കുകയും അതിനുശേഷം ഇവർ ആ തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്താൽ ആ സമയത്ത് ഒരു പ്രകോപനത്തിൽ എല്ലാവരെയും കൊലപ്പെടുത്താം എന്നതാണ് അതിനുള്ള ഒരു സാധ്യത. അങ്ങനെ ഒരു പോസിബിലിറ്റിയാണ്. പക്ഷേ ഈ കാമുകിയെ അവിടെ എത്തിച്ചിട്ട് അനുജൻ വീട്ടിൽ വരാതിരിക്കാൻ ശ്രദ്ധിക്കുകയാണ്. അതിനാണ് ഈ കുഴിമന്തി വാങ്ങാൻ അനുജനെ ഓട്ടോ അറേഞ്ച് ചെയ്ത് ആ ഓട്ടോയിൽ കയറ്റി വിടുന്നത്. അതിന്റെ CCTV ദൃശ്യങ്ങൾ അടക്കം നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. ആ കുട്ടി ഹോട്ടലിൽ പോയി ഭക്ഷണം വാങ്ങുന്നതിന്റെ അത് ആദ്യത്തെ ഒരു വ്യാഖ്യാനം വന്നത് ഇഷ്ടഭക്ഷണം അനുജന് വാങ്ങിക്കൊടുത്തു, അങ്ങനെ ഒരു ചേട്ടന്റെ വാത്സല്യം കാണിച്ചു എന്ന തരത്തിലൊക്കെയാണ് ഒരു വ്യാഖ്യാനം ആദ്യം വന്നത്. പക്ഷെ അത് അങ്ങനെയല്ല. ഈ കുട്ടി വീട്ടിൽ നിന്ന് പുറത്തു പോകുന്ന സമയത്താണ് കാമുകിയെ കൊലപ്പെടുത്തുന്നത്. അവിടെ ആ സമയത്ത് മറ്റൊരു കൊലപാതകം നടക്കുകയാണ്. എന്നിട്ട് ഈ കുട്ടി ചെല്ലുന്ന സമയത്ത് ഈ കുഴിമന്തിയൊക്കെ ആരും കഴിച്ചിട്ടില്ല. അത് ആ വീടിന് മുന്നിൽ തന്നെ എല്ലാം ചിതറിക്കിടക്കുന്നുണ്ട്. ആ വരാതിൽ നിന്ന് കയറുന്ന ഭാഗത്ത് തന്നെ ഈ കുഴിമന്തിയും ആ കുട്ടിയുടെ ബാഗും എല്ലാം തറയിൽ കിടക്കുകയാണ്. അതായത് ആ കുട്ടിക്ക് അത് കഴിക്കാൻ വേണ്ടി വാങ്ങിക്കൊടുക്കാൻ ഒരു ചേട്ടന്റെ വാത്സല്യം കൊണ്ട് അത് വാങ്ങിക്കൊടുത്തതല്ല, മറിച്ച് ആ കുട്ടി ആ സമയത്ത് ആ കുട്ടിയുടെ പ്രസൻസ് ആ വീട്ടിലുണ്ടാകരുത് എന്നാഗ്രഹിച്ച് അതിന്റെ ഒരു താല്പര്യപ്രകാരം ആ കുട്ടിയെ മാറ്റിയതാണ്. കുട്ടി വരുമ്പോൾ ബലം പ്രയോഗിച്ച് കുട്ടിയെ അകത്തേക്ക് കൊണ്ടുപോയി കുട്ടിയെയും തല്ലിക്കൊല്ലുകയാണ്. അതായത് ഒരു ആത്മഹത്യയുടെ സാധ്യതയല്ല, മറിച്ച് കൊലപ്പെടുത്തുക എന്നത് തന്നെയാണ് പ്രതിയുടെ എയിം എന്ന് കൃത്യമായി മനസ്സിലാകുന്നു. പല സ്ഥലങ്ങളിലായി പോയി 10 മിനിറ്റ് കൊണ്ടാണ് ഈ അമ്മൂമ്മയുടെ വീട്ടിലേക്ക് പോകുന്നതും തിരികെ വരുന്നതും. ആകെ ആ CCTV ദൃശ്യങ്ങൾ അതും നമുക്ക് ലഭിച്ചതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. ബൈക്കിൽ വരുന്നു, പാങ്ങോട് എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് വരുന്നു. അവിടെ ബൈക്ക് നിർത്തിയിട്ട്, റോഡിൽ നിർത്തിയിട്ട് ആ വീട്ടിലേക്ക് പോകുന്നു.
ഏതാണ്ട് ഒരു 8 മിനിറ്റൊക്കെ കഴിയുമ്പോൾ തന്നെ തിരികെ വരുന്നു. അതായത് 10 മിനിറ്റിനുള്ളിൽ ഒരാളെ കൊലപ്പെടുത്തി അവിടെ നിന്ന് ഒരു കൂസലുമില്ലാതെ മടങ്ങിപ്പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ദൃശ്യമാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സണാലിറ്റിയുടെ പ്രശ്നമാണോ? പക്ഷേ ഒരു മാസമായി തുടർച്ചയായി മദ്യപിക്കുന്നു എന്ന വിവരം വരുന്നുണ്ട്. തുടർച്ചയായി രാവും പകലും മദ്യപിക്കുന്ന ഒരാളുടെ മനോനിലയിൽ കാര്യമായ മാറ്റമുണ്ടാകാം. അത് ഒരു പക്ഷേ അദ്ദേഹത്തിന് ജന്മനാലുള്ള മാനസിക പ്രശ്നമായിരിക്കില്ല. ഈ ലഹരി ഉപയോഗം കൊണ്ട് ഒരാൾ തുടർച്ചയായി നിരന്തരമായി ലഹരി ഉപയോഗിക്കുകയും അത് ശരീരത്തെയും ചിന്തയൊക്കെ ബാധിക്കുകയും അത് കൃത്യമായി ഒരാളിനെ തളർത്തുന്ന നിലയിലേക്കും അദ്ദേഹം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഒരുപക്ഷെ നിശ്ചയമില്ലാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ ഒരുപക്ഷെ അത്ര കണ്ട് മദ്യപിച്ചിരുന്നിട്ടുണ്ടാകില്ല. പക്ഷേ മനോനില തെറ്റാൻ ഈ ലഹരിയുടെ ഉപയോഗം, അതുപോലെ തന്നെയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം. എന്തിനാണ് ഇത്രമാത്രം സാമ്പത്തിക ബാധ്യത? ഗൾഫിലുള്ള പിതാവ് പറയുന്നത് തനിക്ക് അവിടെ 15 ലക്ഷവും നാട്ടിൽ മറ്റു ചില കടങ്ങളുമുണ്ട്, അതിന്റെ ബാധ്യത മകനിൽ ഏൽപ്പിച്ചിട്ടില്ല. 23 വയസ്സുള്ള മകനെ ഏൽപ്പിച്ചിട്ടില്ല. ഇപ്പോൾ താമസിക്കുന്ന വീട് വിൽപ്പന നടത്തി ആ ബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. അതിന് വീട്ടുകാരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ ഉണ്ടായിരുന്നു. ഈ മകനും അതിന് സമ്മതിച്ചിരുന്നതാണ്. 8 വർഷമായി താൻ നാട്ടിലേക്ക് വരുന്നില്ല, സ്പോൺസറുമായി ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഇവിടേക്ക് എത്താൻ കഴിയാത്തതെന്ന് പിതാവ് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ കുടുംബത്തിന്റെ ബാധ്യത ഈ ചെറുപ്പക്കാരന്റെ, ഈ തൊഴിലില്ലാത്ത 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരന്റെ, ആഡംബര ജീവിതം നയിക്കുന്ന ഈ 23-കാരന്റെ ചുമലിലില്ല. മറിച്ച് ഇതിനുള്ള പണം പിതാവിൽ നിന്നും മാതാവിൽ നിന്നും കാമുകിൽ നിന്നും മറ്റിടങ്ങളിൽ നിന്നുമൊക്കെ പണം വാങ്ങുന്നത് സ്വന്തം ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ആഡംബര ബൈക്ക് വാങ്ങുന്നതിനാണ്, അത്തരം വസ്ത്രങ്ങൾ വാങ്ങുന്നതിനാണ്. മാത്രമല്ല അവിടെയാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ഫോൺ കോളുകൾ, ആ ഫോൺ എന്തിനു ഫോർമാറ്റ് ചെയ്തു, അതിൽ പോലും വലിയ ദുരൂഹത നിലനിൽക്കുന്നുണ്ട്. അത് പരിശോധിക്കുമ്പോൾ മാത്രമേ ഏതൊക്കെ സുഹൃത്ത് സംഘങ്ങൾ ഉണ്ടായിരുന്നു, എവിടെയൊക്കെ പോയിരുന്നു, ഏതൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, അതിന്റെ ഒരു പ്രതിഫലനമാണോ ഈ കൊലപാതകങ്ങളിൽ എത്തിയത് എന്നതൊക്കെയും മനസ്സിലാകണമെങ്കിൽ ശാസ്ത്രീയ പരിശോധനകൾ കൂടി പൂർത്തിയാകേണ്ടതുണ്ട്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും ഇക്കാര്യത്തിൽ ശാസ്ത്രീയ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുക, ഒപ്പം അഫാനെ ചോദ്യം ചെയ്യുക. ഈ 2 നീക്കമാണ് ഇന്നത്തെ ദിവസം നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും എല്ലാ സാധ്യതകളും മുൻനിർത്തിയുള്ള അന്വേഷണമാണ് അന്വേഷണ സംഘം പോകുന്നത്. പ്രത്യേക ഡിവൈഎസ്പിമാർ പ്രത്യേക ചുമതലയിലുണ്ട്, പ്രത്യേക അന്വേഷണ സംഘം തന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ആ തരത്തിലാണ് പോകുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ഈ കൊടും ക്രൂരതയുടെ കാരണം തേടുകയാണ് പോലീസ്.